നമ്മൾ പോകുന്ന കാലഘട്ടം വളരെ മോശമായ ഒരു കാലഘട്ടമാണ്. രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നറിയില്ല. ഇലക്ഷൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. എവിടെയും വലിയ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്തതൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. എവിടെയും ഈ ഉമ്മത്ത് ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയാണ്. അതാ വരുന്നവനും പോകുന്നവനും കല്ല് പറക്കി എറിയുന്നത് പോലെ മുസ്ലിം സമുദായത്തിന് എറിയുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. വലിയ പ്രയാസമാണ്, വലിയ പ്രയാസമാണ്, വലിയ പ്രതിസന്ധിയാണ്. ഉസ്താദേ, നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് വല്ലാതെ ഭയപ്പെടുന്ന സമയമാണ്. സഹോദരാ, അള്ളയല്ലേ നമ്മുടെ കൂടെയുള്ളത്, അള്ളയല്ലേ നമ്മുടെ കൂടെയുള്ളത്. പലരും പറയുന്ന ഉസ്താദേ, ഓരോ നിയമങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. NRC നടപ്പാക്കാൻ പോവുകയാണ്. 400 സീറ്റ് കിട്ടുമായില്ല. അധികാരം മുഴുവനും അവരുടെ കൈക്കീഴിലേക്ക് പോകാൻ പോവുകയാണ്. വലിയ പ്രതിസന്ധിയുടെ നിലവില് എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നടക്കുമ്പോ ഈ മുസ്ലിമേ, ഇടയ്ക്കിടയ്ക്ക് നീ ആരാണെന്ന് നീ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. എന്തിനാ സഹോദരാ ഉമ്മത്തിന് ഭയമാണ്? അല്ലാഹനെ ഒരാൾക്കും പേടിയില്ല, അല്ലാഹനെ ഒരാൾക്കും പേടിയില്ല. ഭയമൊക്കെ വേറെ ആൾക്കാരെയാണ്. ഭരണമൊക്കെ അതാ നേതാക്കന്മാരെയാണ്. ഭരണാധികാരികളുടെ വലിപ്പം കണ്ട് ഭയപ്പെടുന്നവരെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, നിങ്ങൾ ആരാണെന്നറിയുമോ? നമ്മൾ ആരാണെന്നറിയുമോ? നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ സഹോദരാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ, അവന്റെ ജീവിതത്തിന് വേണ്ടുമെന്നാണ് അവൻ പറയും. അല്ലാഹുവിലേക്ക് അവനെ പരമേൽപ്പിക്കുകയാണ്. എന്റെ പടച്ച റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച അള്ളയുണ്ടല്ലോ, തവക്കൽതു അലല്ലാഹ് എന്ന് അവനവന്റെ കാര്യങ്ങൾ മുഴുവനും പടച്ച റബ്ബിലേക്ക് പരമേൽപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ഈ പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? നമ്മളിൽ ആർക്കാ അങ്ങനെ ഒരു സ്വഭാവമുള്ളത്? ജീവിതത്തിൽ നമ്മുടെ പ്രയാസമാകട്ടെ, എന്ത് കാര്യമാകട്ടെ, ജീവിതത്തിലേക്ക് അവന്റെ പല പല ഘട്ടങ്ങളിൽ പല പല കാര്യങ്ങളും കടന്നു വരുമല്ലോ. ആ സമയത്ത് എനിക്കൊരു റബ്ബുണ്ടല്ലോ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണല്ലോ, എന്റെ യജമാനൻ അല്ലാഹുവാണല്ലോ, അതുകൊണ്ട് പടച്ചവൻ എന്റെ കാര്യങ്ങൾ നോക്കുമെന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകനതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിക്കുകയാ. കാരണം മക്കയിൽ വല്ലാത്ത പീഡനമാണ്, സഹിക്കാൻ കഴിയാത്ത പീഡനമാണ്. അതുകൊണ്ട് അനുയായികളെ മുഴുവനും ആദ്യം തന്നെ നബി തങ്ങളെ മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവസാനം നേതാവാണ് പോകുന്നത്. നേതാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം, നേതാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. അല്ലാതെ നമ്മളെ പോലെ മുമ്പന്തിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, അടി വരുമ്പോ ജീവനം കൊണ്ടോടുകയല്ല. ആദ്യം പോകുന്നതും അതാ നേതാവാണ്, പിന്നെയാണ് അണികളാണ്. എങ്കിലും നബി തങ്ങളെ നേരെ തിരിച്ചാണ്. ആദ്യം അണികളെ മുഴുവനും മദീനത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു. അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകാൻ തീരുമാനിച്ചു. ഇബ്ലീസാണ് പോയി പറഞ്ഞു കൊടുത്തതെന്ന് ചരിത്രം പറയുന്നു. മുഹമ്മദ് നാട് വിടാ പോവുകയാ, മുഹമ്മദ് നാട് വിടാ പോവുകയാ. അതുകൊണ്ട് കൊല്ലണമെങ്കിൽ ഇന്ന് കൊല്ലണം, ഇനി ഒരിക്കലും അവസരമില്ല, ഇനി ഒരിക്കലും ചാൻസ് ഇല്ല. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ആരോഗ്യമുള്ള ആയുധ പരിശീലനം നടത്തിയിട്ടുള്ള യോദ്ധാക്കളെ തെരഞ്ഞെടുക്കുകയാ. അങ്ങനെ എല്ലാവരും കടന്നു വന്നു. അവരോട് പറഞ്ഞു, ആരുടെ കയ്യിൽ കിട്ടിയാലും കൊന്നുകളയണേ, മുഹമ്മദിനെ കൊല്ലുന്നവന് സമ്മാനമുണ്ട്. അങ്ങനെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളയുകയാണ്. ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞിരിക്കുകയാണ്. ഇറങ്ങുമ്പോ നബി തങ്ങളെ വെട്ടിക്കൊല്ലാ വാള് മുടി പിടിച്ചിട്ട് ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞ് കാത്തിരിക്കുമ്പോ
അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. നബിയേ, യാത്രയ്ക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. നമ്മളൊക്കെ യാസീനിൽ ഓതുന്ന ആയത്താ. നമ്മൾ യാസീനില് ഇന്ന് വരെ ഓതുമ്പോ ചിന്തിച്ചിട്ടുണ്ടോ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. നബി തങ്ങളോട് പറഞ്ഞു കൊടുത്ത് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് പൊതിയിട്ട് ആ മണ്ണിലേക്ക് പൂതണേ നബിയേ. വാതിൽ തുറന്നിട്ട് നാലു ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. അലിയാര് തങ്ങൾ നബി തങ്ങളുടെ കൂടെയുണ്ട്. അലിയേ, ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് കടക്കുമോ അലിയേ? അലിയാര് തങ്ങളെ തയ്യാറായി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരിയിട്ട് ആയത്തോതിയിട്ട് ആ മണ്ണിലേക്ക് ഊതിയിട്ട് വാതില് തുറന്നിട്ട് ആ മണ്ണ് നാലു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു പിടിച്ച വാളുമായി നബി തങ്ങളുടെ വീട് വളഞ്ഞിരുന്ന ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. രക്ഷപ്പെട്ടില്ലേ സഹോദരാ? ആറ്റം ബോംബ് കയ്യിൽ പിടിച്ചിട്ടല്ല, ബെൽറ്റ് ബോംബ് കെട്ടിയിട്ടല്ല, AK-47 പിടിച്ചിട്ടല്ല. ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ? 5 നേരം നിസ്കരിക്കുന്ന പടച്ചറപ്പിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണുണ്ടല്ലോ, ആ മണ്ണിന് പോലും വല്ലാത്ത പവറാ. ആ ഒരു പിടി മണ്ണിന് പോലും വല്ലാത്ത പവറുണ്ടെന്ന് മനസ്സിലാക്കൂ. നബി തങ്ങൾ അവിടെ നിറങ്ങിപ്പോയി. ചരിത്രം പഠിച്ചവരാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ പ്രവാചകന്റെ കൂടെ പോവുകയാണ്. അവസാനം രണ്ടുപേരും ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നബി തങ്ങൾ ഞെട്ടി ഉണർന്നു. പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്ന അബൂബക്കറിനോട് ചോദിച്ചു, എന്തേ അബൂബക്കർ, എന്തേ അബൂബക്കർ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ശത്രുക്കൾ ഗുഹയുടെ മുകളിലെത്തിയിരിക്കുന്നു നബിയേ, ശത്രുക്കൾ ഗുഹയുടെ മുകളിലെത്തിയിരിക്കുന്നു നബിയേ. അവരെങ്ങാണമൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ നബിയേ, നമ്മളെ കൊല്ലുമല്ലോ നബിയേ. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം പോലും ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് ചിരിക്കുകയാ, നബി തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, എന്തേ നബിയേ ചിരിക്കുന്നത്, എന്തേ നബിയേ ചിരിക്കുന്നത്? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിക്കാ. അല്ലാഹുവിന്റെ റസൂൽ 1400 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു ഹദീസാ. നബി തങ്ങൾ പറഞ്ഞ മറുപടി, അബൂബക്കർ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, മൂന്നാമത് ഒരാള് നമ്മുടെ കൂടെയുണ്ട് അബൂബക്കർ. ആരാടെന്നറിയുവോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അബൂബക്കറെ, നമ്മളെയും പടച്ചതല്ലയാ, ഈ മുകളിൽ നിൽക്കുന്നവനെയും പടച്ചതല്ലയാ. ആ അല്ല നമ്മുടെ കൂടെയില്ലേ. ലാ തഹ്സന ഇന്നല്ലാഹ മഅനാ. അല്ല പറഞ്ഞ മറുപടിയാടോ
നബി തങ്ങൾ പറഞ്ഞ മറുപടിയാ. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന മറുപടിയാ. ലാ തഹ്സന ഇന്നല്ലാഹ മഅനാ. അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ അള്ളയുണ്ടോ, ഇപ്പോഴും പടച്ചവനുണ്ടല്ലോ, ആ അല്ലാഹുവിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വലിപ്പം കണ്ട് ഭയപ്പെടണ്ട, വലിപ്പം കണ്ട് പേടിക്കണ്ട, ഭൂരിപക്ഷം കണ്ട് ഭയപ്പെടണ്ട. ഉസ്താദേ, അധികാരം മുഴുവനും അവരുടെ കയ്യിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും പേടിക്കണ്ട. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ മഗ്രിബിന് പള്ളിയിൽ പോകുമ്പോ ഉസ്താദ് ഓതുന്ന ഒരു സൂറത്തുണ്ടല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. പേടിയുണ്ടാകുമ്പോ പോയിട്ട് ഒന്ന് ഓതി നോക്കണേ സഹോദരാ. ശത്രുക്കളുടെ വലിപ്പം കാണുമ്പോ, അധികാരത്തിന്റെ വലിപ്പം കാണുമ്പോ, ഭൂരിപക്ഷത്തിന്റെ വലിപ്പം കാണുമ്പോ പേടിച്ചു പോകുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് സൂറത്തുൽ ഫീൽ എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, ഒന്ന് ഓതി നോക്ക് സഹോദരാ, ഒന്ന് ഓതി നോക്ക് പെങ്ങള്. എന്താണ് അല്ല പറയുന്നതെന്നറിയോ? എന്താണ് അല്ല പറയുന്നതെന്നറിയുമോ? അബ്രഹത്തെന്ന് പറയുന്ന ഒരു ഭരണാധികാരി, ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുണ്ടല്ലോ, ആന എന്ന് പറയുന്ന ജീവിയുമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാമെന്നതാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ മക്കക്കാരുടെ കയ്യിൽ ആനയില്ലല്ലോ. അതുകൊണ്ട് വലിയ ആനയുമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാമെന്ന അബ്രഹത്ത് അല്ലാഹു എന്ത് ചെയ്തെന്നറിയുവോ? കുരുവി എന്ന് പറയുന്ന ചെറിയ കിളിയുണ്ടല്ലോ, ആ കിളിയെ കൊണ്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞത്. സഹോദരാ, പശുവ് പുല്ല് തിന്നിട്ട് ബാലൻസ് വരുന്നത് ചവിട്ടി തേക്കുന്നത് പോലെ അല്ലാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞു എന്ന ചരിത്രം പറയുമ്പോ ഇത് വെറുതെ കഥ എഴുതി വച്ചിരിക്കുന്നതല്ല, എനിക്കും നിങ്ങൾക്കും പഠിക്കാരോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പടച്ച റബ്ബിനെ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം, അവൻ അല്ലാഹു മതിയാവുകയാണ്, അവൻ അല്ലാഹു മതിയാവുകയാണ്. എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ, എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്? അല്ല മതി പെങ്ങള്, അല്ല മതി ചെറുപ്പക്കാരാ, അല്ല മതിയടാ പൊന്നുമോര്. ഏതു പ്രതിസന്ധിയിലും നിന്നെ രക്ഷപ്പെടുത്താൻ അല്ലയുണ്ടല്ലോ. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്, ആ ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമ്മളിൽ ആരാധനകള് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത്, ആ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? അല്ലാഹു പറഞ്ഞു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പറയാതെ ഇരുന്നാലുള്ള നഷ്ടം എന്താണെന്നറിയുമോ? പഠിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിങ്ങൾ പടച്ച റബ്ബിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കണം. തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, പറയുന്നവന് പോലും അറിയില്ല അതിന്റെ അർത്ഥം എന്താണെന്ന്. നമ്മളെപ്പോഴും പറയുന്ന ഒരു പ്രയോഗമാ തവക്കൽതു അലല്ലാഹ്. ചില ഓട്ടോയുടെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്, ചില വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്. സത്യത്തിൽ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പറഞ്ഞ അല്ല തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ്. എന്റെ പൊന്നാര ചങ്ങാതി, അതിന്റെ പ്രതിഫലമാ പറയാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല. ഇന്നത്തെ ദിവസം ഒരു വട്ടമെങ്കിലും ഈ പറഞ്ഞതല്ലാതെ തവക്കൽതു അലല്ലാഹ് എന്ന് ഒരു വട്ടമെങ്കിലും പറഞ്ഞവരൊന്ന് കൈവക്കിക്കേ. ഇന്നത്തെ ദിവസം ഇപ്പൊ പറഞ്ഞപ്പോഴല്ല, ഈ വയലിന് വരുന്നതിന് മുമ്പ്
ഒരു വട്ടമെങ്കിലും നാവ് കൊണ്ട് തവക്കൽത്തു അലല്ലാഹ് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കടോ. അതാ ഞാൻ പറഞ്ഞത്, അത് നിസാര ഒരു കാര്യമല്ല. അത് പറയണം. അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ ചില കാര്യങ്ങൾ പറയാൻ. ഇൻഷാ അല്ലാ എന്താ അതിന്റെ അർത്ഥം? ഇത് അള്ളാഹ് പറഞ്ഞു, നീ പറയണോന്ന്. ഇൻഷാ അല്ലാ എന്ന് പറയണോന്ന് അള്ളയാ പറഞ്ഞേ. നീ എന്തെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നീ എന്ത് പറയണം? ഇൻഷാ അല്ലാ എന്ന് പറയണം. ഇൻഷാ അല്ലാ പറയുന്നവന് 7 പ്രതിഫലം. എത്ര പ്രതിഫലം? എത്ര പ്രതിഫലം? 7 പ്രതിഫലം. പറയാതെ ഇരുന്നാൽ 7 നഷ്ടം. അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഖുർആനിൽ അള്ളാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ എന്തു പറയും? തവക്കൽതു അലല്ലാഹ് എന്ന് പറയും. അവന്റെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ അതിന്റെ പ്രതിഫലമാണ് ഞാൻ പറയുന്നത്. ഒരാള് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് പഠിക്കുമെങ്ങളെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ? ആരോടാണ്? അള്ളാഹുവിലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് നമ്മൾ പരമേൽപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ, അള്ളാഹുവിലേക്കാണ് പരമേൽപ്പിക്കേണ്ടത്. ഞാനിത് പറഞ്ഞത് വേറെ ഒരു അർത്ഥത്തിൽ നിങ്ങൾ കാണരുത്. നമ്മളിൽ പലരും പറയുന്ന ഒരു വാചകമാണ്, നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. പടച്ചവനെ, എനിക്ക് കടയുണ്ടല്ലോ, എനിക്ക് ജോലിയുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരില്ല. എനിക്ക് അൽഹംദുലില്ലാഹ് കടയുണ്ട്, ഞാൻ ജീവിക്കും. നമ്മളിൽ പലരും പറയാറുണ്ട്, എനിക്ക് ഗവൺമെന്റ് ജോലിയുണ്ട്, അതുകൊണ്ട് ഇനി മരിക്കുന്ന കാലം വരെ പേടിക്കണ്ട. യഥാ ചിലര് മക്കളെ കാണിച്ചിട്ട് പറയാറുണ്ട്, എനിക്ക് 2 ആമക്കളാണല്ലോ, ഇവന്മാര് മരിക്കുന്ന കാലം വരെ എനിക്ക് തിന്നാൻ തരും എന്ന് നോക്കുമെന്ന്. ഇങ്ങനെ അല്ലാഹുവല്ലാത്തവരിലേക്ക് നമ്മൾ പരമേൽപ്പിക്കുന്നവരുണ്ടോ? എങ്കിലും നിങ്ങൾക്ക് അതിന്റെ നഷ്ടം എന്താണെന്നറിയാതെട്ടാ. നമ്മൾ പലരും പറയാറുണ്ട്, എനിക്കെന്താ അൽഹംദുലില്ലാഹ് ഒരു കടയുണ്ടല്ലോ, കച്ചവടം ഉണ്ടല്ലോ, മരിക്കണ കാലം വരെ റാഹത്തായിട്ട് ഞാൻ അതിലങ്ങ് പൊക്കോളാം. നീ തവക്കലേൽപ്പിച്ചത് ആ കടയില. നീ പറയുന്നത് എനിക്ക് മക്കളുണ്ടല്ലോ, ആ മക്കൾ എന്നെ നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ എനിക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടല്ലോ, ആ ജോലി കൊണ്ട് മരിക്കണ കാലം വരെ ഞാൻ കരിഞ്ഞു പോകും. അല്ലാഹുവിലല്ലാതെ മറ്റൊരാൾക്കിലേക്ക് തവക്കലേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ തവക്കലേൽപ്പിച്ചാൽ നീ മക്കളിലാണ് തവക്കലേൽപ്പിക്കുന്നതെങ്കിൽ ആ മക്കളെ കൊണ്ട് അല്ലാഹു നിന്നെ പരീക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നിന്റെ മക്കളിലാണ് നീ തവക്കലേൽപ്പിക്കുന്നതെങ്കിൽ ആ മക്കളെ കൊണ്ട് തന്നെ അല്ലാഹു നിന്നെ പരീക്ഷിക്കും. നീ കടയിലാണ് തവക്കലേൽപ്പിക്കുന്നതെങ്കിൽ ആ കട കൊണ്ട് തന്നെ അല്ലാഹു നിന്നെ പരീക്ഷിക്കും. അല്ലാഹുവിലേക്കാണ് നമ്മൾ പരമേൽപ്പിക്കേണ്ടത്. ഖുർആൻ തന്നെ നമ്മളോട് അത് തന്നെയാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നിസ്സാര ഒരു കാര്യമല്ല. അത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താണ്? അത് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഖുർആനിലൂടെ നമ്മളോട് പറയുകയാണ്. അല്ലാഹു ഖുർആനിലൂടെ ഖിയാമത്ത് നാൾ വരെയുള്ളവരോട് പറയുകയാ. എന്നിട്ട് അല്ലാഹു പ്രവാചകന്മാരോടും പറയുകയാണ്. അതാ ഖുർആൻ പറയുന്നു, ഫതവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖിൽ മുബീൻ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ഖുർആൻ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഈ സദസ്സിലിരുന്നവർ ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞവര് കൈവെക്കാൻ പറയുന്നു. നമ്മളിൽ പലരും കൈവെക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ്
ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അമ്മ ഇഷ്ടപ്പെട്ടവർക്കേ അത് പറയാൻ കഴിയൂ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ പറയാൻ കഴിയൂ. സഹോദരാ, ആരാ നിന്നെ ഇഷ്ടപ്പെടുന്നതെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാർ, ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ല നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ സഹോദരാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ സ്നേഹം കിട്ടിയാ പിന്നെ നിനക്ക് എന്തേ വേണ്ടത്? അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു തന്റെ മലക്കുകളെ വിളിച്ച് പറയുകയാ, മലക്കുകളെ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും ഇഷ്ടപ്പെടണേ. ജിബ്രീലിനോട് വിളിച്ചു പറഞ്ഞു, ജിബ്രീല് മറ്റുള്ള മലക്കുകളോട് പറഞ്ഞു, അവസാനം ലോകത്തുള്ളവരോട് മുഴുവനും വിളിച്ചു പറയുകയാണ്, അല്ലാഹു അവന്റെ മലക്കുകളും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഇഷ്ടപ്പെടണേ എന്നവരെന്ന് വിളിച്ചു പറയുമെന്ന് ചരിത്രങ്ങളെ പറയുമ്പോ തവക്കൽതു അലല്ലാഹ് എന്ന് എല്ലാവർക്കും പറയാൻ കഴിയില്ല. അത് എന്തുമാകട്ടെ, വണ്ടിയിൽ കയറുമ്പോഴാകട്ടെ, കച്ചവടത്തിന് പോകുമ്പോഴാകട്ടെ, വീട് വെക്കുമ്പോഴാകട്ടെ, മക്കളെ പറഞ്ഞു വിടുമ്പോഴാകട്ടെ, ഏത് കാര്യത്തിന് പോകുമ്പോഴും അത് നാവിന്റെ മുമ്പിൽ വരേണ്ട ഒരു ദിക്റാ, നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരേണ്ട ഒരു ദിക്റാണ്. അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങളെ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അങ്ങനെ പറയുന്നവരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹുവിനൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരാള് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട അവനാരാണെന്നറിയോ? അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലം യുഅദ്ദിബഹു അബദാ. പിന്നെ ഒരിക്കലും അല്ലാഹു അവന് നരകത്തിലിടാൻ. അല്ല ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും അല്ലാഹു അവനെ ശിക്ഷിക്കുകയില്ല, അവനെ നരകത്തിലേക്ക് വലിച്ചെറിയില്ല, അവന് പരലോകത്ത് പ്രയാസപ്പെടേണ്ടി വരില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ആർക്കാറുള്ളത്? അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ ഇഷ്ടം അവന് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനിക്കണേ, ഇനിയെങ്കിലും നിങ്ങൾ പറയണേ, ഇനിയെങ്കിലും നിങ്ങൾ പറയണേ, അത് പറയുന്നവരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. തവക്കൽതു അലല്ലാഹ് എന്ന് തന്റെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്, അവൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഖുർആൻ പറയുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅല അല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവൻ അല്ലാഹു മതിയാകുമപ്പോ, അവൻ അല്ലാഹു മതിയാവുകയാണ്. പടച്ചറപ്പുണ്ടല്ലോ, എന്റെ കൂടെ പടച്ചറപ്പുണ്ടല്ലോ, അവനല്ല മതി എല്ലാ വിഷയത്തിലും, ഏത് കാര്യത്തിലും അവന് പടച്ചറപ്പുണ്ടല്ലോ. അള്ളയുണ്ടെന്നുള്ള ധൈര്യമാണ്, അള്ളയുണ്ടെന്നുള്ള ധൈര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരോ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചു വെട്ടിക്കൊണ്ട് വരികയാണ്. അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഭയാനകമായ തീക്കൊണ്ടാരത്തിലേക്ക് വലിച്ചെറിയാറ്. ഒരു വലിയ കിണറെടുത്തിട്ട്, ഒരു വലിയ കുടിയെടുത്തിട്ട് ആ കുടിക്കകത്ത് വിറകുകൾ ശേഖരിച്ചു കൊണ്ട് വരികയാണ്. എല്ലാവരും നേർച്ച ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഭയാനകമായ ഒരു തീക്കൊണ്ടാരമുണ്ടാകും.
ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. അടുത്തേക്ക് ഒരു മനുഷ്യന് പോകാൻ കഴിയുന്നില്ല. അതാ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവയുണ്ടല്ലോ, അതുപോലെ കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കുകയാ. ഇബ്രാഹിം നബി അടുത്തു കൊണ്ടുപോയി തെള്ളികിടാൻ പറ്റാതെ വന്നപ്പോ അമ്പും വില്ലും തയ്യാറാക്കുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈകാലുകൾ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് എയ്തുവിടാൻ തയ്യാറാക്കി നിർത്തുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവേ, മൂസ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, നബിയേ ഒന്നനുവാദം തന്നുകഴിഞ്ഞാൽ ഈ കാണുന്ന ഭയാനകമായ തീകൊണ്ടാരം ഞാൻ അണച്ചുകളയാ. അങ്ങയെ രക്ഷപ്പെടുത്താനബിയോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, നിന്റെ സഹായം എനിക്ക് വേണ്ട, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവിനെ സഹായിക്കും, ആ പടച്ച റബ്ബിനെ കൈവിടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടിയാണ്, പടച്ചവനെ നമ്രൂദിന്റെ എന്ന് പറയുന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ ഭയാനകമായ തീകൊണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ. ആഴ്ചകൾ കടിഞ്ഞപ്പോ ശരീരത്തിലെ ഒരു രോമം പോലും കഴിയാതെ, ഇത് സിനിമാ കഥയല്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമാ. ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഭയാനകമായ തീകൊണ്ടാരത്തിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന ചരിത്രം പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരോ, അല്ല മതി സഹോദരാ, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുക. ഇന്നത്തെ ചെറുപ്പക്കാര് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, സാമ്പത്തികമായി നഷ്ടം വന്നാൽ, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വല്ലാതെ സങ്കടപ്പെടുന്നവരാ. എന്നാ നമ്മുടെ മുൻകാണികളായ നമ്മുടെ പിതാക്കന്മാർ പടച്ചവനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ അവര് കള്ളുഷാപ്പിൽ പോകുന്നവരല്ല, കടത്തിണ്ണയിൽ പോയിരിക്കുന്നവരല്ല, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവര് പടച്ച റബ്ബിനോട് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് അവര് പരിഹാരം കണ്ടവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ല മതിയാവുകയാണ്. അവനൊരു കാര്യമറിയാ, ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ റബ്ബെന്നെ സഹായിക്കുമെന്ന്. ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ പടച്ച റബ്ബെന്നെ കൈവിടില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്, ആ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് പടച്ച റബ്ബിനോട് പറഞ്ഞിട്ട് നമ്മുടെ മുൻഗാമികളെ പരിഹാരം കണ്ടെത്തുന്നവരാ. അതാ ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് അല്ല മതി. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി. നിങ്ങളെ ഈ ദിക്ർ പഠിച്ചു വെക്കുങ്ങളാ. ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവേ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ, ജീവിതം മതിയായെന്ന് തോന്നുമ്പോ, ചാകണമെന്ന് തോന്നുന്ന അവസാന സമയമുണ്ടല്ലോ, ആ അവസാന സമയം എവിടെയെങ്കിലും ഇരുന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് അതാ നിനക്ക് പറയാൻ കഴിയുമോ, പറയാൻ കഴിഞ്ഞ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാ. അതുകൊണ്ട് പടച്ചവനെ നമുക്ക് അല്ലാഹു മതിയാവുകയാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ,
നമ്മൾ പോകുന്ന കാലഘട്ടം വളരെ മോശമായ ഒരു കാലഘട്ടമാണ്. രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നറിയില്ല. ഇലക്ഷൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. എവിടെയും വലിയ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്തതൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. എവിടെയും ഈ ഉമ്മത്ത് ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയാണ്. അതാ വരുന്നവനും പോകുന്നവനും കല്ല് പറക്കി എറിയുന്നത് പോലെ മുസ്ലിം സമുദായത്തിന് എറിയുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. വലിയ പ്രയാസമാണ്, വലിയ പ്രയാസമാണ്, വലിയ പ്രതിസന്ധിയാണ്. ഉസ്താദേ, നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് വല്ലാതെ ഭയപ്പെടുന്ന സമയമാണ്. സഹോദരാ, അള്ളയല്ലേ നമ്മുടെ കൂടെയുള്ളത്, അള്ളയല്ലേ നമ്മുടെ കൂടെയുള്ളത്. പലരും പറയുന്ന ഉസ്താദേ, ഓരോ നിയമങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. NRC നടപ്പാക്കാൻ പോവുകയാണ്. 400 സീറ്റ് കിട്ടുമായില്ല. അധികാരം മുഴുവനും അവരുടെ കൈക്കീഴിലേക്ക് പോകാൻ പോവുകയാണ്. വലിയ പ്രതിസന്ധിയുടെ നിലവില് എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നടക്കുമ്പോ ഈ മുസ്ലിമേ, ഇടയ്ക്കിടയ്ക്ക് നീ ആരാണെന്ന് നീ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. എന്തിനാ സഹോദരാ ഉമ്മത്തിന് ഭയമാറി? അല്ലാഹനെ ഒരാൾക്കും പേടിയില്ല, അല്ലാഹനെ ഒരാൾക്കും പേടിയില്ല. ഭയമൊക്കെ വേറെ ആൾക്കാരെയാണ്. ഭരണമൊക്കെ അതാ നേതാക്കന്മാരെയാണ്. ഭരണാധികാരികളുടെ വലിപ്പം കണ്ട് ഭയപ്പെടുന്നവരെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, നിങ്ങൾ ആരാണെന്നറിയുമോ? നമ്മൾ ആരാണെന്നറിയുമോ? നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ സഹോദരാ? ജനിച്ചപ്പോഴേ ഒരു ചെവിയിൽ ബാങ്ക് കൊടുത്തിരിക്കുകയാ. നമ്മളാരാ? നമ്മൾ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോൾ എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് അല്ലാഹ് തീരുമാനിച്ചു വെച്ചിരിക്കുകയാ. സിറാജ് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമായപ്പോ, അല്ലാഹുവേ, എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ സിറാജ് എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. ഞാൻ പത്തനാപുരംകാരനാണ്. ആ പത്തനാപുരത്ത് കിടക്കുന്ന ഞാന് ഇന്ന് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയല്ലോ. ഞാൻ തിന്നുന്ന ഭക്ഷണത്തിന്റെ മുകളിൽ എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. പത്തനാപുരത്ത് കിടക്കുന്ന ഞാന് ഇന്ന് ഇവിടെ വന്നിട്ട് വഴുതു പറയാൻ വന്നൊന്നുമില്ല. എനിക്ക് ഈ നാട്ടുകാരനായ ഒരു സഹോദരന്റെ വീട്ടിൽ ഭക്ഷണം എഴുതിയിട്ടുണ്ട്, അത് കഴിക്കാനാ ഞാൻ വന്നത്. എടോ, ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അല്ലാഹ് എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും തിന്നുവോ? നിങ്ങൾ ആരെങ്കിലും തിന്നോ? എൻ്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും തിന്നോ? തിന്നൂല്ല. അവനുള്ളത് അവൻ അല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ അല്ലാഹ് എല്ലാം എഴുതി വെച്ചിരിക്കുക. പിന്നെ നമ്മൾ എന്തിനാ ജനിച്ചപ്പോ തന്നെ ബാങ്ക് വിളിച്ചെന്തിനാ? ഇഖാമത്ത് കൊടുത്തതെന്തിനാ? നീ മരിച്ചു കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കാ സമയമില്ല, ഇഖാമത്ത് കൊടുക്കാ സമയമില്ല. പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കാനുള്ളതാണ്. അതുപോലും വിളിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്? എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമ്മൾ ഭയപ്പെടേണ്ടവരല്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മളൊരു അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. ആ അല്ലാഹയാണ് എല്ലാവരെയും പടച്ചത്. ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്?